കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ആദ്യമായിട്ട് പറയട്ടെ മക്കളെ, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ ഈ ചാപ്റ്ററിനെ നമ്മൾ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക. ഒന്നാമത്തെ പാർട്ടിൽ ഹെഡിങ് പ്രകാരം എന്തായിരുന്നു ഹെഡിങ്? സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ചില കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ടോട്ടൽ നമുക്ക് പഠിക്കാൻ 4 കോമ്പൗണ്ട്സ് ആണ് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് അമോണിയ, 2 സൾഫ്യൂരിക് ആസിഡ്, 3 സോഡിയം ഹൈഡ്രോക്സൈഡ്, 4 HCl. ഇതാണ് പാർട്ട് 1. ഓക്കെ, പാർട്ട് 1 നമ്മൾ 4 കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മുടെ പാർട്ട് 2. പാർട്ട് 2 നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുക. ഓക്കെ അല്ലേ. ഇനി പാർട്ട് 3 ലാസ്റ്റ് ടോപ്പിക്കാണ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1 by 1 നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കാം. ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് 4 കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അതിലൊന്നാമത്തെ ആളാണ് അമോണിയ. അമോണിയയുടെ കെമിക്കൽ ഫോർമുലയാണ് NH3. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളർലെസ് ആണ്, പഞ്ചൻ്റ് സ്മെല്ലായിരിക്കും, ബേസിക് നേച്ചറാണ്, വാട്ടറിൽ ഡിസോൾവ് ആവും, ഡെൻസിറ്റി ലെസ് ദാൻ എയർ ആണ്. ഇനി അതിൻ്റെ യൂസസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. യൂസസ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഫെർട്ടിലൈസർ നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട്, പിന്നെ റിഫൈനിങ് ഓഫ് പെട്രോളിയം. ഇത് രണ്ടെണ്ണം പഠിച്ചു വെക്കുക മക്കളെ, റെഫ്രിജറൻ്റ് ഇൻ ഐസ് പ്ലാന്റ്സ്. ഓക്കെ, ഇനി അമോണിയ 2 ടൈപ്പ് ഉണ്ട് മക്കളെ. ഒന്ന് ലിക്വിഡ് അമോണിയ ആൻഡ് രണ്ടാമത്തതാണ് ലിക്വർ അമോണിയ. ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫൈ ചെയ്ത അമോണിയ വിളിക്കുന്ന പേരാണ്. ലിക്വിഫൈഡ് അമോണിയ ഈസ് കോൾഡ് ലിക്വിഫൈഡ് അമോണിയ ഈസ് നോൺ ആസ് ലിക്വിഡ് അമോണിയ. ഇനി ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് ലിക്കർ അമോണിയ. ഓക്കെ, ഇനി അമോണിയയുടെ പ്രിപ്പറേഷനാണ് പഠിക്കാനുള്ളത്. അമോണിയയുടെ പ്രിപ്പറേഷനിൽ ആദ്യം ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് മക്കളെ സ്പോഞ്ച് അയൺ. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ നടക്കുന്നത് ഒപ്റ്റിമം ടെമ്പറേച്ചറിലായിരിക്കും, 450 ഡിഗ്രി സെൽഷ്യസ്. N2 + 3H2 gives 2NH3. ഇനി അടുത്തൊരു പ്രിപ്പറേഷൻ പഠിക്കാനുള്ള ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. ഇത് മോഡൽ എക്സാമിന് ചോദിച്ച ടോപ്പിക്കാണ്, ലബോറട്ടറി പ്രിപ്പറേഷൻ. അമോണിയ ലബോറട്ടറിയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട റിയാക്ടൻസ് ഒന്ന് NH4Cl, രണ്ടാമത്തത് CaOH ടോയ്സുമാണ്. ചിലപ്പോൾ എക്സാമിന് റിയാക്ഷൻ കംപ്ലീറ്റ് എഴുതാൻ ചോദിക്കാറുണ്ട്, അപ്പോൾ ഇത് എഴുതി പഠിക്കണം. കാൽഷ്യം ക്ലോറൈഡ് + 2H2O + 2NH3. ഇനി അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷനിൽ നമ്മളതിനെ അമോണിയ ഗ്യാസിനെ ക്യുക്ക് ലൈമിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. ക്യുക്ക് ലൈമിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു റിമൂവ് മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ഇറ്റ് എന്നാണ് ആൻസർ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അമോണിയ കളക്ട് ചെയ്യുന്ന ജാറിനെ ഇൻവേർട്ടഡ് ആയിട്ട് പിടിക്കുന്നത് ചോദിക്കാം. തലതിരിച്ച് എന്തിനാണ് കളക്ട് ചെയ്യുന്നത്? തലതിരിച്ച് പിടിച്ച് എന്തിനാണ് കളക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതിന് ആൻസറാണ് ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് അമോണിയ ഇസ് ലെസ് ദാൻ എയർ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റ്. ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ അമോണിയയുടെ വാട്ടറിലുള്ള സോലിബിലിറ്റി, അതായത് അമോണിയം വാട്ടറും കൂടി, അമോണിയ വാട്ടറിൽ സോലിബിളാണ്. ഇത് സോലിബിളാണോ അല്ലയോ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന എക്സ്പെരിമെൻ്റാണ് ഇത് ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റ്. ഫൗണ്ടെയിൻ എക്സ്പെരിമെൻറ്റിൽ ആ ഫൗണ്ടെയിൻ ഏത് നിറമായിരിക്കും? പിങ്ക് നിറമായിരിക്കും. ഈ പിങ്ക് നിറം ഷോ ചെയ്യുന്നത് എന്താണ്? ബേസിക് നേച്ചർ ഓഫ് അമോണിയയാണ്. ഓക്കെ അല്ലേ. ഇനി അമോണിയയും വാട്ടറും കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുക NH4OH ആണ്. ഈ റിയാക്ഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അമോണിയ + വാട്ടർ ഗീവ്സ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇനി അമോണിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയൊരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. ടേക്ക് സം അമോണിയം ക്ലോറൈഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് ലിറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടു ദി ടെസ്റ്റ് ട്യൂബ്. എന്താണ് സംഭവിക്കാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, കളർ ഓഫ് ദി ഗ്യാസ് പ്രൊഡ്യൂസ്ഡ്, നോ കളർ. ഓർഡർ ഓഫ് ദി ഗ്യാസ്, പഞ്ചൻ്റ് സ്മെൽ. മക്കളോട് ശ്രദ്ധിക്കണം, ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, രണ്ടാമത്തേതാണ് അമോണിയം ക്ലോറൈഡ് ആണ്. ഒബ്വിയസ്ലി ഇവിടെ ഉണ്ടാവുന്ന ഗ്യാസ് ഏതായിരിക്കും? അമോണിയ ആയിരിക്കും. ഏതായിരിക്കും? അമോണിയ. അതിൻ്റെ പ്രത്യേകത അതിന് കളറില്ല, പഞ്ചൻ്റ് സ്മെല്ലാണ്. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പറിന് അത് എന്താക്കി മാറ്റും? ബ്ലൂ ആക്കി മാറ്റും. അതെന്തുകൊണ്ടാണ്? റെഡിനെ ബ്ലൂ ആക്കുന്നവരാണ് ആര്? ബേസ്. അമോണിയ എന്താണ്? ബേസ് ആണ്. ഇത് എന്ത് നേച്ചറാണ് ഷോ ചെയ്യുന്നത്? ബേസിക് നേച്ചർ. പിന്നെ what did you observe when the glass rod dipped in concentrated hydrochloric acid was shown in the mouth of the test tube? മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബിൽ HCl കാണിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ചോദിക്കുന്നത്. അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? തിക്ക് വൈറ്റ് ഫ്യൂംസ്. അത് ആരുടേതാണ്? NH4Cl. ഓക്കെ, ഇനി കെമിക്കൽ ഇക്വേഷൻ ആണ് അമോണിയ + HCl gives NH4Cl.
ഇത് ചിലൊന്ന് പഠിച്ചു വെച്ചോളൂ, ചിലപ്പം ചോദിക്കാം. ഇനി അടുത്തത്, ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് അമോണിയം ക്ലോറൈഡ് ഫ്രം HCl ആൻഡ് അമോണിയ? HClഉം അമോണിയയും കൂടി ചേർന്നാൽ എന്ത് കിട്ടുന്നുണ്ട്? NH4Cl കിട്ടുന്നുണ്ട്. അതുപോലെ NH4Cl നിന്നും ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് അമോണിയം ക്ലോറൈഡ് ഫ്രം HCl ആൻഡ് അമോണിയ? HCl നിന്നും അമോണിയയിൽ നിന്നും നമുക്ക് അമോണിയം ക്ലോറൈഡ് തിരിച്ചു കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അമോണിയ പ്ലസ് HCl ഗീവ്സ് NH4Cl. ഈ റിയാക്ഷൻ തിരിച്ചു നടക്കാട്ടോ. NH4Cl നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അമോണിയ പ്ലസ് HCl കിട്ടും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് അമോണിയ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അമോണിയ എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നത് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ്, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ്, അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് H2SO4. സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്ന ഏത് പേരിലാണ്? കിങ് ഓഫ് കെമിക്കൽസ്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ്: കളർലെസ് ആണ്, ഹൈ വിസ്കോസിറ്റി ആണ്, ഹൈലി കൊറോസീവ് ആണ്, വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്, വെള്ളത്തിൽ ഡിസോൾവ് ആവും. ഇനി അതിന് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ്, ഉൽപ്രേരകമാണ് B2O5. അതിൻ്റെ റിയാക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. S+O2 ഗീവ്സ് SO2, SO2+O2 ഗീവ്സ് 2SO3. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി SO3 + H2SO4 ഗീവ്സ് H2S2O7. ഇതിനെ വിളിക്കുന്ന പേരാണ് ഒലിയം. പഠിച്ചു വെച്ചോളൂ, ഇതിൻ്റെ കെമിക്കൽ ഫോർമുലൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഒലിയത്തിലേക്ക് നമ്മൾ വാട്ടർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഈ മൂന്നാമത്തെ റിയാക്ഷനിൽ തന്നെ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ പറ്റുമായിരുന്നു ബൈ മിക്സിങ് വാട്ടർ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? അതാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ഈസ് ബിക്കോസ് ദ ഡിസൊല്യൂഷൻ ഓഫ് സൾഫർ ട്രൈഓക്സൈഡ് ഇൻ വാട്ടർ, വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. ഇറ്റ് മേ ടേൺ സൾഫ്യൂരിക് ആസിഡ്. ഇത് കാരണം അവിടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവാം, പക്ഷേ അവിടെ എന്തുണ്ടാവുന്നുണ്ട് മക്കളെ? സ്മോഗ് ഫോം ചെയ്യുന്നുണ്ട്. ഈ സ്മോഗ് ഫോം ചെയ്യുമ്പോൾ ബാക്കിയുള്ള പ്രോസസ് റിയാക്ഷന് അത് തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? SO3യിലേക്ക് വാട്ടർ മിക്സ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാത്തത്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കുക. ഇവിടെ എക്സാമിന് ചിലപ്പോൾ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന്, സോലിബിലിറ്റി ഇൻ വാട്ടർ, സോലിബിൾ ആണ്. അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? ആസിഡ് ആണോ വാട്ടർ ആണോ എങ്ങനെ മിക്സ് ചെയ്യേണ്ടത്? യെസ്, ആസിഡിനെ വാട്ടറിലേക്ക് നമ്മൾ സൈഡിലൂടെ പതുക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. ആസിഡ് ആഡഡ് ടു വാട്ടർ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒന്ന്, സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഒന്നാമതാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞാൽ കെമിക്കലി കമ്പൈൻഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിയെ പറയുന്ന പേരാണെന്ത്? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. അല്ലെങ്കിൽ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ സെയിം റേഷ്യോ ആസ് ഇൻ ദ വാട്ടർ ഫ്രം സബ്സ്റ്റൻസസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. ഈ നേച്ചർ ആർക്കുണ്ട് മക്കളെ? സൾഫ്യൂരിക് ആസിഡിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ സുക്രോസ്, C12H22O11. അതിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു കറുത്ത പദാർത്ഥം ഉണ്ടാവും, കറക്റ്റ് ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ്. അതാണ് കാർബൺ +11H2O. ഈ റിയാക്ഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. ഇതുപോലെ 2 റിയാക്ഷൻസ് കൂടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ടേബിൾ 7.8 അതിലൊന്ന് ഗ്ലൂക്കോസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? അപ്പോഴും ബ്ലാക്ക് നിറമുള്ള ഒരു പദാർത്ഥ സബ്സ്റ്റൻസ് ആണ് ഉണ്ടാവുക. പിന്നെ കോപ്പർ സൾഫേറ്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു കളർലെസ് സബ്സ്റ്റൻസ് ആണ് അവിടെ ഫോം ചെയ്യുക, കളർലെസ്. ഓക്കെ, ഇതൊക്കെ ഏത് നേച്ചറാണ് ഷോ ചെയ്യുന്നത്? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള, കെമിക്കലി കമ്പൈൻഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള ആ എബിലിറ്റിയെ പറയുന്ന പേരാണ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ. രണ്ടാമതാണ് ഡ്രൈയിങ് പ്രോപ്പർട്ടി. സൾഫ്യൂരിക് ആസിഡിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഡ്രൈയിങ് പ്രോപ്പർട്ടി. ഡ്രൈയിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് ഡ്രൈയിങ് പ്രോപ്പർട്ടി. ഈ പ്രധാനമായിട്ടും സൾഫ്യൂരിക് ആസിഡിൻ്റെ ഡ്രൈയിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കഴിവ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, SO2, HCl. പഠിച്ചു വെച്ചോളൂ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി വൈ സൾഫ്യൂരിക് ആസിഡ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജന്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ പ്രിപ്പറേഷനിൽ നമുക്കറിയാം ക്യുക്ക് ലൈമാണ്, നമ്മൾ നീറ്റുകക്കയാണ് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ബിക്കോസ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആസിഡിക് നേച്ചറുള്ള ഡ്രൈയിങ് ഏജന്റ് ആണ്. സോ അത് അമോണിയയുടെ പ്രിപ്പറേഷനിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സൾഫ്യൂരിക് ആസിഡും അമോണിയയും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വരെ നടക്കാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? സൾഫ്യൂരിക് ആസിഡിനെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാത്തത്.
ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് സാൾട്ട് ആണ്. മക്കളെ, സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകത ഉണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഫോംസ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറൈഡ്. ക്ലോറൈഡ് സാൾട്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് HCl ഉണ്ടാക്കും, ഹൈഡ്രജൻ ക്ലോറൈഡ്. അതുപോലെ നൈട്രേറ്റ് സാൾട്ടുകളായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ HNO3 നൈട്രിക് ആസിഡ് ഫോം ചെയ്യാനും ആർക്ക് സാധിക്കുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡിന് സാധിക്കുന്നുണ്ട്. ഇതതിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോറൈഡ് സാൾട്ടിനെ ഹൈഡ്രജൻ ക്ലോറൈഡ് ആക്കിയിട്ടും അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആക്കി മാറ്റാനും നൈട്രേറ്റ് സാൾട്ടിനെ നൈട്രിക് ആസിഡ് ആക്കി മാറ്റാനും ആരെ കൊണ്ട് പറ്റും? സൾഫ്യൂരിക് ആസിഡിനെ കൊണ്ട് പറ്റും വെൻ ദേ റിയാക്ട് വിത്ത് ദീസ് കൈൻഡ് ഓഫ് സാൾട്ട്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഓക്സിഡൈസിങ് നേച്ചർ. നാലാമത്തെ പ്രോപ്പർട്ടിയാണ് സൾഫ്യൂരിക് ആസിഡ് ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇത് ഓക്സിഡേഷന് സഹായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഓക്സിഡൈസിങ് നേച്ചർ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ കേസിലാണ് സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡേഷന് സഹായിക്കുന്നത്? ഒന്ന്, മെറ്റൽ കോപ്പറുമായിട്ടുള്ള റിയാക്ഷൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അതിൻ്റെ കേസിലും അതുപോലെ കാർബണുമായിട്ടുള്ള റിയാക്ഷൻ തരുന്നുണ്ട്. ഈ രണ്ട് കേസിലും സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ കോപ്പറിൻ്റെ കേസിലെ റിയാക്ഷനിൽ നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന ഒരു ഗ്യാസാണിത് SO2. കോപ്പറും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? SO2 ആണ്. എക്സാമിന് ഒരു മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഇനി ബേസിസിറ്റി ഓഫ് ആസിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആസിഡിൻ്റെ ബേസിസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ദാറ്റ് ദ മോളിക്യൂൾ ഓഫ് എൻ ആസിഡ് ക്യാൻ ഡൊണേറ്റ്. ഒരു ആസിഡിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസിനെ വിളിക്കുന്ന പേരാണ് ബേസിസിറ്റി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആസിഡുകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: മോണോ ബേസിക് ആസിഡ്, ഡൈ ബേസിക് ആസിഡ് ആൻഡ് ട്രൈ ബേസിക് ആസിഡ്. എക്സാമ്പിൾ HNO3. HNO3 അയണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര H+ കിട്ടും? 1. അപ്പോൾ ഒരു H+ ആയതുകൊണ്ട് അത് മോണോ ബേസിക് ആസിഡ്. അതിൻ്റെ ബേസിസിറ്റി 1. H2SO4 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 H+ കിട്ടും, അത് ഡൈ ബേസിക് ആണ്. H3PO4 ആണെങ്കിൽ 3 H+ കിട്ടും. ഈ മൂന്നാമത്തെ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇതേ റിയാക്ഷൻ എഴുതാൻ ചോദിക്കാം എക്സാമിന് കേട്ടോ. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു അറീനിയസ് തിയറി പ്രകാരം ആരാണ് ആസിഡ്, ആരാണ് ബേസ്? ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ലിബറേറ്റ് H+ അയോൺ and bases are substances which liberate OH- ion in aqueous solution. aqueous solutionൽ H+ അയോണിനെ ലിബറേറ്റ് ചെയ്യുന്നവരെ ആസിഡ് എന്നും അതുപോലെ OH- ലിബറേറ്റ് ചെയ്യുന്നവരെ ബേസ് എന്നുമാണ് ആര് വിളിച്ചത്? അറീനിയസ് വിളിച്ചത്. എക്സാമിന് ചോദിക്കാം, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ. അപ്പോൾ 2 കോമ്പൗണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കോമ്പൗണ്ടാണ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പേരാണ് കോസ്റ്റിക് സോഡ. ഓക്കെ, NaOH. ഇവിടെ നമുക്ക് ഷോർട്ട് ഫോം പഠിക്കാനുണ്ട്, ACCH. ആനോഡിൽ A ഫോർ ആനോഡ്, C ഫോർ ക്ലോറിൻ, നെക്സ്റ്റ് C ഫോർ കാഥോഡ്, അടുത്ത് C ഫോർ ഹൈഡ്രജൻ. ആനോഡിൽ ക്ലോറിൻ, കാഥോഡിൽ ഹൈഡ്രജൻ. ഓക്കെ, ഇപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഷോർട്ട് ഫോമാണ് ഇത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സോഡിയം ഹൈഡ്രോക്സൈഡിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ക്ലോർ ആൽക്കലി പ്രോസസ്. ക്ലോർ ആൽക്കലി പ്രോസസ്. ഇവിടെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത് ആരെയാണ്? aqueous സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിനെയാണ്. അതിനെ ബ്രൈൻ സൊല്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സെല്ല് മെംബ്രെയിൻ സെല്ലാണ്. ഓക്കെ, ആനോഡിൽ ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതായിരിക്കും? ക്ലോറിൻ ആണ്, AC. കാഥോഡിൽ ആരായിരിക്കും? ഹൈഡ്രജൻ ആണ്, H. ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും എഴുതി പഠിക്കണം. ഇതേ ഇക്വേഷൻ നമുക്ക് 5ാമത്തെ പാഠത്തിലും പഠിക്കാനുണ്ട്, aqueous സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. ആനോഡിൽ ക്ലോറിൻ, കാഥോഡിൽ ഹൈഡ്രജൻ ഉണ്ടാവും. പിന്നെ അവശേഷിക്കുന്ന ആൾക്കാരാണ് സൊല്യൂഷനിൽ Na+ ബാക്കിയുണ്ടാവും, അതുപോലെ OH- ബാക്കിയുണ്ടാവും. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും മക്കളെ? സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഫോംഡ് ഇൻ ദ റൈറ്റ് ചേംബർ ബൈ ദ കോമ്പിനേഷൻ ഓഫ് Na+ ആൻഡ് OH-. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ എന്ത് കിട്ടും? NaOH. ഇനി NaOHൻ്റെ യൂസസ് ആണ്: 1, സോപ്പും ഡിറ്റർജൻറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. 2, പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ്. 3, പേപ്പർ നിർമ്മാണത്തിൽ യൂസ് ചെയ്യാറുണ്ട്. 4, ടു മാനുഫാക്ചർ മെഡിസിൻസ് ലൈക്ക് ആസ്പിരിൻ. ഒരു 4 യൂസ് പഠിച്ചു വെക്കണം NaOHൻ്റെ. ഇനി 4ാമത്തെ നമ്മുടെ കോമ്പൗണ്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ ദ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. റിയാക്ഷൻ എന്താണ്? H2+ Cl2. H2+ Cl2 gives 2HCl. ഈ റിയാക്ഷൻ എഴുതി പഠിക്കണേ. ഓക്കെ, ഇനി ഇത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഈ റിയാക്ഷൻ നടത്തുന്നത് എവിടെയാണ്? HCl ബർണറിലായിരിക്കും.
പിന്നെ ഈ കിട്ടിയിരിക്കുന്ന ഹൈഡ്രജൻ ക്ലോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഡി അയോണൈസ്ഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് നിർമ്മിക്കാൻ പറ്റും, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു 4 യൂസസ് പഠിച്ചു വെക്കുക. ഒന്ന്, ടു റിഫൈൻ ടേബിൾ സോൾട്ട്, ടു പ്രിപ്പയർ ഡൈസ്, ഫോർ മാനുഫാക്ചറിങ് PVC, ടു പ്രിപ്പയർ അക്വ റേജിയ. ഇതൊക്കെയാണ് HClൻ്റെ യൂസസ്. പഠിച്ചു വെക്കണം, യൂസസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സാൾട്ട്. സാൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാൾട്ട് എന്ന് പറഞ്ഞാൽ സാൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ ടോപ്പിക്കാണ് സാൾട്ട് ഹൈഡ്രോളിസിസ്. Salt hydrolysis is the process by which the anions, cations or both of a salt react with the water to form a solution that has acidic or basic nature. ആ സാൾട്ടിൽ റിയാക്ട് ചെയ്തിട്ട് അസിഡിക് നേച്ചറോ ബേസിക് നേച്ചറോ ഉള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് സാൾട്ട് ഹൈഡ്രോളിസിസ്. മക്കളെ പഠിച്ചു വെച്ചോളൂ, ന്യൂട്രൽ സാൾട്ടുകൾക്ക് ഏത് റിയാക്ഷൻ നടക്കില്ല, സാൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കാറില്ല. ദേ ഡസ് നോട്ട് അണ്ടർഗോ സാൾട്ട് ഹൈഡ്രോളിസിസ്. ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ഈ എക്സാമിന് മോഡൽ എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ സെക്ഷൻ എയിൽ ഇതുമായി ബന്ധപ്പെട്ട്. ഇനി എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. സ്ട്രോങ് ആസിഡ് ഏതൊക്കെയാണ്, HClഉം H2SO4ഉം. സ്ട്രോങ് ബേസ് NaOHഉം KOHും. എക്സാമ്പിൾ മൈൻഡിൽ വേണം, എന്നാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും റിയാക്ട് ചെയ്തുണ്ടാകുന്ന സാൾട്ടില്ലേ, അതിൻ്റെ നേച്ചർ എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് NaCl. NaCl ഏതൊക്കെ ആസിഡ് ഉണ്ട്, ഏതൊക്കെ ബേസ് ഉണ്ട്, എങ്ങനെ കണ്ടെത്താം? ഫസ്റ്റത്തെ കേസ് Na എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ബേസ് NaOH ആണ്. NaOH. ആസിഡ് ഏതായിരിക്കും, HCl ആണ്. ആദ്യത്തെ ആൾ ബേസിനെയും രണ്ടാമത്തെ ആൾ ആസിഡിനെയും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ NaOH എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബേസ് ആണ്, HCl എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ് ആണ്. രണ്ടുപേരും സ്ട്രോങ് ആണ്. അപ്പം നമ്മുടെ സാൾട്ട് എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അടുത്തത്, ഇഫ് ദ സാൾട്ട് ഫോംഡ് ബൈ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന സാൾട്ട് ആണെങ്കിൽ അതിനെ ആ സാൾട്ടിൻ്റെ നേച്ചർ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. എക്സാമ്പിൾ NH4Cl. NH4Clൽ ഏതൊക്കെയാണ് മക്കളെ ആസിഡും ബേസും? യെസ്, ഒന്നാമത്തെ ആൾ NH4OH ആയിരിക്കും ബേസ്. ആസിഡ് HCl ആണ്. ആരാ സ്ട്രോങ്? ആസിഡാണ് സ്ട്രോങ്. അതുകൊണ്ട് സാൾട്ടിൻ്റെ നേച്ചർ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. ഇനി ചില കേസിൽ സാൾട്ട് എന്താവാം, ബേസിക് ആവാം. എപ്പോഴാണ് ബേസിക് ആവുന്നത്? വെൻ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന സാൾട്ടുകളില്ലേ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബേസിക് സാൾട്ട് എന്ന് വിളിക്കുക. എക്സാമ്പിൾ Na2CO3. Na2CO3 ആരാ ബേസ്? NaOH. ആസിഡ് ഏതാണ്? H2CO3. ആരാ മക്കളെ സ്ട്രോങ്? NaOH അല്ലേ? അപ്പോൾ സ്ട്രോങ് ബേസ് ആണ്, H2CO3 വീക്ക് ആസിഡ് ആണ്. അപ്പോൾ സാൾട്ടിൻ്റെ നേച്ചർ എന്തായിരിക്കും, ബേസിക്. ഇങ്ങനെയാണ് ഇത് കണ്ടെത്തുക കേട്ടോ. ഇനി പാർട്ട് 3ലേക്ക് ഡയറക്റ്റ് പോവാണ്. എന്നിട്ട് നമ്മൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പളും കെമിക്കൽ ഇക്വിലിബ്രിയം ലാസ്റ്റ് പഠിക്കാം കേട്ടോ. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസുകളാണ് ദാറ്റ് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ, അവരെ വിളിക്കുന്ന പേരാണെന്ത്, ഫെർട്ടിലൈസേഴ്സ്. ഇനി എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്ന്, ദ ഫെർട്ടിലൈസർ ഷുഡ് ബി സോളിബിൾ ഇൻ വാട്ടർ. 2, ദേ ഷുഡ് നോട്ട് ബി ടോക്സിക് ടു പ്ലാന്റ്സ്. 3, ദേ ഷുഡ് നോട്ട് കോസ് സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻസ് ടു ദി pH ഓഫ് ദി സോയിൽ. ഇനി നമ്മൾ ഈ പ്ലാന്റ്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് 4 ടൈപ്പ് ഉണ്ട്. ന്യൂട്രിയൻസിനെ നമ്മൾ 4ആയിട്ട് തരംതിരിക്കും. അതിൽ ന്യൂട്രിയൻസിലെ ഒന്നാമത്തെ ന്യൂട്രിയൻ്റാണ് നാച്ചുറൽ ന്യൂട്രിയൻസ്. നാച്ചുറൽ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് CHO, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. രണ്ടാമത് പ്രൈമറി ന്യൂട്രിയൻസ്. പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. സെക്കൻഡറി ന്യൂട്രിയൻ എന്ന് പറയുമ്പോൾ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. മൈക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിളാണ് അയൺ, മാംഗനീസ്. എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഇനി ഫെർട്ടിലൈസർ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കെമിക്കൽ ഫെർട്ടിലൈസർ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് നൈട്രോജനിയസ് ഫെർട്ടിലൈസർ, 2 ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ, 3 പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സ്. മക്കൾ ഇതിൻ്റെയൊക്കെ യൂസ് പഠിച്ചു വെക്കണം. നൈട്രോജനിയസ് ഫെർട്ടിലൈസർ എന്തിനാ സഹായിക്കുക? ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഫോസ്ഫേറ്റോ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ. പൊട്ടാഷോ ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നത് പൊട്ടാഷാണ്. ഇനി എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളൂ. നൈട്രോജനിയസ് ഫെർട്ടിലൈസറിന് എക്സാമ്പിളാണ് യൂറിയ, സോഡിയം നൈട്രേറ്റ്. ഫോസ്ഫേറ്റിന് അമോണിയം ഫോസ്ഫേറ്റ്. പൊട്ടാഷിന് പൊട്ടാസ്യം ക്ലോറൈഡ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ്
പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പാർട്ട് 3യും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പാർട്ട് 2 ലാസ്റ്റിലേക്ക് വെച്ചതായിരുന്നു, കുറച്ച് ലെങ്തി, പിന്നെ കൺസെപ്ച്വൽ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ലാസ്റ്റിലേക്ക് വെച്ചതാണ് ഞാൻ. ഓക്കെ, നമുക്ക് പഠിക്കാം. കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസിനെ ഡയറക്ഷൻ്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റിവേഴ്സിബിൾ റിയാക്ഷനും രണ്ടാമത്തത് ഇറിവേഴ്സിബിൾ റിയാക്ഷനും. റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ആർ കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. അതായത് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാവും. എക്സാമ്പിൾ, N2+3H2 gives 2NH3. മക്കളെ ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. എക്സാമിന് ഇത് രണ്ടും സെപ്പറേറ്റ് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്കണം കേട്ടോ. ആരോ മാർക്ക് ശ്രദ്ധിക്കണം, സിംഗിൾ ആരോ കൊടുക്കണം. N2+3H2 gives 2NH3. ഇനി ബാക്ക്വേർഡ് ആണെങ്കിലോ 2NH3 gives N2+3H2. ഇതുപോലെ ഏത് റിയാക്ഷൻ തന്നാലും ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇനി ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രം നടക്കുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇനി അടുത്തതാണ് മക്കളെ കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേജ് അറ്റ് വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഓഫ് എ റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഒരു റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആകുന്ന ഒരു ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണെന്ത്? കെമിക്കൽ ഇക്വിലിബ്രിയം. ഇതുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനാണ്. ഇനി ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. താഴെ നിന്ന് മുകളിലേക്ക് വരുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഓക്കെ, പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ 7.4 ഒന്ന് റെഫർ ചെയ്യണം. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന്, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ റിയാക്ടൻസും പ്രോഡക്റ്റും കോ എക്സിസ്റ്റ് ചെയ്യും. രണ്ട്, ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ഈക്വൽ ആയിരിക്കും. മൂന്ന്, ഇറ്റ് ഈസ് ഡൈനാമിക് അറ്റ് ദി മോളിക്കുലാർ ലെവൽ. നാല്, ഇറ്റ് ഈസ് അറ്റൈൻ ഇൻ ദ ക്ലോസ്ഡ് സിസ്റ്റം. പഠിച്ചു വെക്കണം, 2 പോയിന്റ്സ് പഠിച്ചു വെക്കണം കേട്ടോ. വൈ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് സെറ്റ് ടു ബി ഡൈനാമിക് അറ്റ് ദ മോളിക്കുലാർ ലെവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൈനാമിക് എന്ന് പറയാനുള്ള കാരണം എന്താ? അറ്റ് ഇക്വിലിബ്രിയം ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഒക്കെ സൈമിൾട്ടേനിയസ്ലി അറ്റ് ദ സെയിം റേറ്റ്. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാലും റിയാക്ഷൻ സ്റ്റോപ്പ് ആവുന്നില്ല. ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇക്വിലിബ്രിയം എന്തായിട്ട് അറിയപ്പെടുന്നത്? ഡൈനാമിക് എന്ന പേരിൽ ഡൈനാമിക് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. എക്സാമിന് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഷുവറാണ്. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് വരും. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് ഡെഫിനേഷനാണ്. വെൻ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് ചേഞ്ച്ഡ്, the system will readjust itself so as to nullify the effect of that change and attain new state of equilibrium. ഇതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മക്കളെ, ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷനോ പ്രഷറോ ടെമ്പറേച്ചറിലോ മാറ്റം വന്നാൽ സിസ്റ്റം എന്ത് ചെയ്യും? ഈ മാറ്റം കൊണ്ടുള്ള ചേഞ്ചസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. ഇതിന് പറയുന്ന പേരാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഇവിടെ നമുക്ക് ഒരു 4 സബ് ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം. കോൺസെൻട്രേഷനും ഇക്വിലിബ്രിയം തമ്മിൽ എന്താണ് ബന്ധം? ഓക്കെ, അപ്പോൾ പഠിച്ചോളൂ. കോൺസെൻട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അളവാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഫോർ എക്സാമ്പിൾ x+y ഗീവ്സ് xy. ഈ x+y ഇതാരാണ്? റിയാക്റ്റൻസ് ആണ്. ആരാണ്? റിയാക്റ്റൻസ്. ഇനി XY എന്താ മക്കളെ? പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ്. ഓക്കെ, ഇനി വെൻ റിയാക്റ്റൻ്റ് ഇൻക്രീസ് ചെയ്താൽ ഈ സൈഡ് ഇതാ, ഈ റിയാക്റ്റൻ്റ് സൈഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ കൂടി, പ്രോഡക്റ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കുക, കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ നടക്കുക. ദാറ്റ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ആവും. ഇനി റിയാക്റ്റൻ്റ് കുറച്ചാലോ? റിയാക്റ്റൻ്റ് സൈഡിൽ അളവ് കുറഞ്ഞു, അളവ് കൂടുതൽ എവിടെയാണ്? പ്രോഡക്റ്റ് സൈഡിലാണ്. അപ്പോൾ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കല്ലേ റിയാക്ഷൻ എങ്ങോട്ട് നടക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇനി പ്രോഡക്റ്റ് ആണ് ഇൻക്രീസ് ചെയ്തെങ്കിലോ? പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അളവ് കൂടി, ഇവിടെ അളവ് കുറവല്ലേ? അപ്പോഴും ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഇനി പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്താലോ? യെസ്, എവിടെയാണോ കുറവ് അങ്ങോട്ടാണ് റിയാക്ഷൻ നടക്കുക. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അതുമായി ബന്ധപ്പെട്ടൊരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കണം.
രണ്ടാമത്തതാണ് പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. പ്രഷറും കെമിക്കൽ ഇക്വിലിബ്രിയം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. എന്താണ്? ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ എങ്ങോട്ടാണ് പ്രൊസീഡ് ചെയ്യുക? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? അത് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ടു ലെസ് നമ്പർ ഓഫ് മോളിക്യൂൾ. ഈ കേസിൽ നോക്ക്, ഇവിടെ 1+3 4 മോളിക്യൂൾസ് ഉണ്ട്, ഇവിടെയോ 2 മോളിക്യൂൾസ് ഉള്ളത്. ഏത് സൈഡിലാണ് മോളിക്യൂൾ കുറവ്? പ്രോഡക്റ്റ് സൈഡിലാണ് മോളിക്യൂൾ കുറവ്. ഈ ഒരു റിയാക്ഷനിൽ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ എങ്ങോട്ടാണ് നടക്കുക? ലെസ് നമ്പർ ഓഫ് മോളിക്യൂളുള്ള സൈഡിലേക്കാണ്. ലെസ് നമ്പർ ഓഫ് മോളിക്യൂൾ എവിടെയുള്ളത്? പ്രോഡക്റ്റിലല്ലേ. പ്രോഡക്റ്റിലേക്ക് പോകണമെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? ഫോർവേഡ് അല്ലേ. അപ്പോൾ എന്താ? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇനി പ്രഷർ ഡിക്രീസ് ചെയ്താലോ? പ്രഷർ ഡിക്രീസ് ചെയ്താൽ മക്കളെ റിയാക്ഷൻ പ്രൊസീഡ് ടു മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. ഈ 2 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രഷർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ കേസിൽ നമ്മൾ പ്രഷർ ഡിക്രീസ് ചെയ്തു. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുക മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെയുള്ളത്? റിയാക്ടൻ സൈഡിലല്ലേ. അപ്പോൾ ഏത് റിയാക്ഷൻ നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. 2SO2 + O2 gives 2SO3. മക്കളെ റിയാക്ടൻ സൈഡിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2+1 3 മോളിക്യൂൾസ്. പ്രോഡക്റ്റിലോ 2 മോളിക്യൂൾസ്. ഇവിടെ പ്രോഡക്റ്റിൽ മോളിക്യൂൾസിന് എണ്ണം കുറവാണ്, റിയാക്ടൻസിൽ കൂടുതലാണ്. ഇങ്ങനെ ഒരു കേസിൽ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ നടക്കുക? ലെസ് നമ്പർ ഓഫ് മോളിക്യൂൾ ഉള്ള സൈഡ് എവിടെയാണ്? പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങോട്ടുള്ള റിയാക്ഷൻ നടക്കുക ഫോർവേഡ് റിയാക്ഷൻ സ്പീഡപ്പ്. ഇനി പ്രഷർ ഡിക്രീസ് ചെയ്താൽ മോർ നമ്പർ ഓഫ് മോളിക്യൂൾ ഉള്ള സൈഡിലേക്ക്, ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. In a reversible reaction, if there is no change in number of gaseous molecules, reactant സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുള്ള gaseous moleculesന്റെ എണ്ണം സെയിം ആണെങ്കിൽ അത്തരം റിയാക്ഷനിൽ, അത്തരം ഇക്വിലിബ്രിയത്തിൽ പ്രഷറിന് എന്തുണ്ടാവില്ല? പ്രഷർ വിൽ നോട്ട് ഹാവ് എനി ഇഫക്റ്റ്. എക്സാമ്പിൾ H2 + I2 gives 2HI. അതുപോലെ റിയാക്ടൻറ്റ് സൈഡിൽ 1+1 2 മോളിക്യൂൾസ്, പ്രോഡക്റ്റ് സൈഡിലും 2 മോളിക്യൂൾസ്. ഇങ്ങനെയുള്ള റിയാക്ഷൻ ആണെങ്കിൽ അവിടെ പ്രഷറിന് എന്തുണ്ടാവില്ല? നോ ഇഫക്റ്റ് എന്ന് തന്നെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. So pressure has no effect on the chemical equilibrium. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 7.6ഉം 7.7 ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇനി മൂന്നാമത്തതാണ് ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ടെമ്പറേച്ചറും കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള റിയാക്ഷനിൽ നമ്മളൊരു കാര്യം പഠിക്കണം. അപ്പോൾ ഇങ്ങനെ റിയാക്ഷൻ തന്നു, ഞാൻ ചുമ്മാ x+y വെച്ച് തരാണ് കേട്ടോ. x+y gives xy plus heat. ഇതിൻ്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും വരാം. N2 + 3H2 gives 2NH3 plus heat എന്നൊക്കെ തരാം. അപ്പോൾ നമ്മൾ മൈൻഡായി ഹീറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ മക്കളെ ഇതിൽ ഫോർവേഡ് ഏതാ ബാക്ക്വേഡ് ഏതാ? ഇതാണ് ഫോർവേഡ്, ഇതെന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷനാണ്. അത് മാത്രം കണ്ടെത്തിയാൽ പോരാ, നമ്മൾ ഒരാളെയും കൂടി കണ്ടെത്തണം. എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണ്, എക്സോതെർമിക് റിയാക്ഷൻ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ x+y, എക്സും വൈയും കൂടി ചേർന്ന് XYയും ഹീറ്റും ഉണ്ടാകുന്നു. അപ്പോൾ ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറും ഹീറ്റ് പ്രോഡക്റ്റ് സൈഡിലാണ് ഹീറ്റ് വരുന്നത്. ആ ഭാഗത്തേക്കുള്ള റിയാക്ഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് എക്സോ. പുറത്തേക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ. ഇനി തിരിച്ച് ഇങ്ങോട്ടാണ് റിയാക്ഷൻ എങ്കിലോ ഹീറ്റും XYയും കൂടി ചേർന്ന് x+y ഉണ്ടാവുന്നു. അപ്പോൾ ഹീറ്റ് ഇവിടെ അബ്സോർബ് ചെയ്യല്ലേ. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്നവരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. ടെമ്പറേച്ചർ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കാര്യം കണ്ടെത്തണം. റെഡിയല്ലേ? ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക? എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ ഈ കേസിൽ ഇവിടെ ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ആവും. ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇനി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താലോ എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഇൻക്രീസ് സ്പീഡ് ആവുക. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ് ഫോർവേഡ് അല്ലേ? യെസ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഒരു എക്സാമ്പിൾ നോക്കാം. N2 + 3H2 gives 2NH3 plus heat. ഇതാണ് എക്സാമ്പിൾ. ഇവിടെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടി എന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഓൾവേസ് നടക്കുക എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഇതിൽ എൻഡോതെർമിക് റിയാക്ഷൻ ഏതാ മക്കളെ? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡ് അപ്പ്. ഇനി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താലോ? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുക. ദാറ്റ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ സ്പീഡ് അപ്പ്. ഇനി കാറ്റലിസ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ടു ദി സെയിം എക്സ്റ്റെൻറ്റ്. ഒരേ അളവിൽ രണ്ടിൻ്റെയും സ്പീഡ് കൂട്ടാൻ സഹായിക്കുമാര് കാറ്റലിസ്റ്റ്. എന്നിട്ട് as a result the system reaches equilibrium at a fast rate. പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ ആര് സഹായിക്കും? കാറ്റലിസ്റ്റ് സഹായിക്കും. ഇനി അമോണിയയുടെ ഇനി കുറച്ച് ചോദ്യങ്ങളാണ്. അമോണിയയുടെ നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? സ്പോഞ്ചി അയൺ. ഓക്കെ. ഇനി അടുത്തത് ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ. വിച്ച് കണ്ടീഷൻസ് ആർ ഫേവറബിൾ ടു ഒബ്റ്റെയിൻ മോർ പ്രോഡക്റ്റ്? മക്കളെ കൂടുതൽ പ്രോഡക്റ്റ് കിട്ടും. N2 +
3H2 ഗീവ്സ് 2NH3. നമുക്ക് കൂടുതൽ പ്രോഡക്റ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ കൂടുതൽ അമോണിയ കിട്ടണം. അതിന് എന്തൊക്കെ ചെയ്യാം നമുക്ക്? ഒന്ന്, ഇൻക്രീസ് ദ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് നമ്പർ ഓഫ് മോളിക്യൂൾ സൈഡിലേക്ക് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ ലെസ് നമ്പർ ഇവിടെ അല്ലേ, സോ ലെസ് നമ്പർ ഓഫ് മോളിക്യൂളിൻ്റെ സൈഡിലേക്ക് റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രഷർ ഇൻക്രീസ് ചെയ്താൽ മതി. സോ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, കൂടുതൽ പ്രോഡക്റ്റ് കിട്ടും. അടുത്തത്, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇവരുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാലും ഫോർവേഡ് റിയാക്ഷൻ കൂടും, അപ്പോൾ പ്രോഡക്റ്റ് കൂടുതൽ കിട്ടും. ഇനി സ്പോഞ്ചി അയൺ യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുക? സ്പോഞ്ചി അയൺ യൂസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റിൽ കൂടുതൽ അമോണിയ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും എക്സാമിന് ചോദിക്കാറുണ്ട്. അമോണിയയുടെ മാനുഫാക്ചറിൻ്റെ സമയത്ത് മോർ പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. 2, ഇൻക്രീസ് ദ പ്രഷർ. 3, യൂസ് സ്പോഞ്ച് അയൺ ആസ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 7ാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. കുറച്ച് ലെങ്ത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.